നമസ്കാരം. ആയത്തുള്ള അലി ഖമേനിയുടെ വധത്തിനെതിരെ ഇന്ത്യയിലും വ്യാപക പ്രതിഷേധം അരങ്ങേറുകയാണ്. ലഡാക്കിലെ പ്രതിഷേധത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു. ദില്ലി ജന്തർ മന്ദറിലും സ്ത്രീകളും കുട്ടികളും അടക്കം പ്രതിഷേധിച്ചു. വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമായി മാറിയിരിക്കുകയാണ് ഇത് ഇന്ത്യയിലും. ഒരു രാജ്യത്തിന്റെ രാഷ്ട്രീയ മത നേതാവിനെതിരെ നടക്കുന്ന അക്രമ സംഭവങ്ങൾ ആഗോളതലത്തിൽ പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്നത് സ്വാഭാവികമാണ്. ലോകം പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു രാജ്യത്ത് നടക്കുന്ന സംഭവ വികാസങ്ങൾ മറ്റൊരു രാജ്യത്തിലെ ജനങ്ങളുടെ ചിന്തയെയും വികാരങ്ങളെയും സ്വാധീനിക്കും. എന്നാൽ ഇത്തരം അതീവ ജാഗ്രത ഉണ്ടാകേണ്ട വിഷയങ്ങളിൽ പൊതുസമൂഹം സംയമനം പാലിക്കേണ്ടതിന്റെ ആവശ്യകത വളരെ പ്രധാനമാണ്. എന്നാൽ ജമ്മു കാശ്മീരിൽ ചില വിഘടനവാദി സംഘടനകൾ ഇന്നലെ ബന്ദിന് ആഹ്വാനം നൽകിയിരുന്നു. പ്രതിഷേധക്കാർ സംയമനം പാലിക്കണമെന്ന് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പറഞ്ഞു. ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടെന്ന വിവരം ഇറാൻ സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ പ്രതിഷേധം തുടങ്ങിയത്. ജമ്മു കാശ്മീരിലെ ശ്രീനഗറിൽ ലാൽ ചൌക്കിൽ ഷിയ സുന്നി വിഭാഗക്കാർ സംയുക്തമായാണ് പ്രതിഷേധിച്ചത്. അമേരിക്കൻ വിരുദ്ധ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം അരങ്ങേറിയത്. തുടർന്ന് ജമ്മു കാശ്മീരിലെ ബദ്ഗാം, റംബാൻ, പൂഞ്ച്, ബാരാമുള്ള മുതലായ ഇടങ്ങളിലേക്ക് പ്രതിഷേധം വ്യാപിച്ചു. റംബാനിൽ പ്രതിഷേധക്കാർ ട്രംപിന്റെ കോലം കത്തിച്ചു. മഹാരാഷ്ട്രയിലും ലഡാക്കിലും ദില്ലിയിലും പ്രതിഷേധം നടന്നു. ലഡാക്കിൽ കാർഗിലിലടക്കം ഷിയ മുസ്ലിങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു. ദില്ലിയിൽ ഷിയ കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് ജന്തർ മന്ദറിൽ പ്രതിഷേധം നടന്നത്. ഷിയ പണ്ഡിതരും സ്ത്രീകളും കുട്ടികളും അമേരിക്കയ്ക്കും ഇസ്രയേലിനുമെതിരെ മുദ്രാവാക്യം മുഴക്കി. ജമ്മു കാശ്മീരിൽ ചില വിഘടനവാദി സംഘടനകൾ നാളെ ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. PDP ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. വലിയ ശക്തി എന്ന നിലയിൽ ഇന്ത്യക്ക് വിഷയത്തിൽ ഇടപെടാനാകുമെന്നും എന്നാൽ കേന്ദ്ര സർക്കാർ ഒരു പക്ഷം പിടിക്കുകയാണെന്നും മെഹബൂബ മുഫ്തി കുറ്റപ്പെടുത്തി. പ്രതിഷേധം കണക്കിലെടുത്ത് കശ്മീർ കനത്ത ജാഗ്രതയിലാണ്. പ്രധാന ഇടങ്ങളിൽ സുരക്ഷാ വിന്യാസം ശക്തമാക്കി. അതേസമയം ഖമേനി അനുകൂല പ്രകടനത്തിന്റെ പശ്ചാത്തലത്തിൽ കശ്മീരിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞു. ഇന്റർനെറ്റിന്റെ വേഗത കുറച്ചു. ഖമേനി അനുകൂല പ്രകടനം നടന്ന സ്ഥലങ്ങളിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ ദിവസം അവധി നൽകാനും സാധ്യതയുണ്ട്. നിലവിൽ ഇന്നും നാളെയും അവധി പ്രഖ്യാപിച്ചിരുന്നു. കേന്ദ്രം കടുത്ത ജാഗ്രത നിർദ്ദേശിച്ചു. സാഹചര്യം മുതലെടുക്കാൻ നീക്കമുണ്ടാകും. ജൂത സ്ഥാപനങ്ങൾക്കും ഇറാൻ സ്ഥാപനങ്ങൾക്കും സുരക്ഷ കൂട്ടി. അൽ ഖ്വയ്ദ, IS സംഘടനകളുടെ ആക്രമണ സാഹചര്യം കരുതണം. ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിൽ പരിശോധന കൂട്ടണം. നവമാധ്യമങ്ങളിലെ നിരീക്ഷണം കടുപ്പിക്കണമെന്നും സുരക്ഷാ ഏജൻസികൾക്ക് കേന്ദ്രം നിർദ്ദേശം നൽകി. പ്രതിഷേധം നടത്തുന്നത് ജനാധിപത്യാവകാശത്തിന്റെ ഭാഗമായിരിക്കാം. പക്ഷേ പ്രതിഷേധങ്ങൾ സമാധാനപരവും നിയമാനുസൃതവുമായിരിക്കണം. വികാരാധീനതയിലോ അഭ്യൂഹങ്ങളിലോ അധിഷ്ഠിതമായ പ്രതികരണങ്ങൾ സമൂഹത്തിൽ കൂടുതൽ സംഘർഷങ്ങൾക്കാണ് ഇടയാക്കുന്നത്. പ്രത്യേകിച്ച് ലോകം മുഴുവൻ നാളെയെ കുറിച്ചോർത്ത് ഭയത്തിൽ മുങ്ങി നിൽക്കുന്ന സമയത്ത് മതവികാരം മുറുകെ പിടിച്ചുകൊണ്ടുള്ള വികാര പ്രകടനങ്ങൾ ലോകത്തെ കൂടുതൽ സങ്കീർണ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുക മാത്രമാണ് ചെയ്യാൻ പോകുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് ബഹുസ്വര സമൂഹമായ ഇന്ത്യയിൽ മതരാഷ്ട്രീയ വിഷയങ്ങൾ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. സോഷ്യൽ മീഡിയയിലൂടെ സ്ഥിരീകരിക്കാത്ത വാർത്തകളും പ്രകോപനപരമായ സന്ദേശങ്ങളും വേഗത്തിൽ പ്രചരിക്കുന്ന സാഹചര്യത്തിൽ ഉത്തരവാദിത്തമുള്ള സമീപനം അനിവാര്യമാണ്. ഭരണകൂടവും സമൂഹ നേതാക്കളും പൊതുജനങ്ങളും ചേർന്ന് സമാധാനവും ഐക്യവും നിലനിർത്താൻ ശ്രമിക്കേണ്ടതുണ്ട്. പ്രതിഷേധം ഒരു അവകാശമാകുമ്പോഴും സമാധാനം ഒരു കടമയാണ്. അതിനാൽ ഇത്തരം സംഭവങ്ങളെ മാനവികതയുടെ കാഴ്ചപ്പാടിൽ വിലയിരുത്തി അക്രമത്തിനെതിരായ നിലപാട് ശക്തമായി എടുത്തുകൊണ്ട് സമൂഹത്തിൽ സൗഹൃദവും സഹവർത്തിത്വവും നിലനിർത്തേണ്ടത് ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും ആവശ്യമായതാണ്. അക്രമത്തെയും അക്രമ രാഷ്ട്രീയത്തെയും എതിർക്കുന്നത് മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷണത്തിനായുള്ള അടിസ്ഥാന നിലപാട് തന്നെയാണ്. എന്നാൽ അതിനെതിരായി നടത്തുന്ന പ്രതികരണം തന്നെ അക്രമത്തിലേക്ക് വഴിമാറുന്നു എന്നത് സൂക്ഷ്മമായി വിലയിരുത്തേണ്ടതുണ്ട്. സമാധാനപരമായ പ്രതിഷേധവും സാമൂഹിക ഐക്യവും ഒരുപോലെ കൈകോർക്കുമ്പോഴേ സമൂഹം സ്ഥിരതയോടെ മുന്നോട്ട് പോകാൻ കഴിയും. അതിനാൽ ഇത്തരം വിഷയങ്ങളിൽ സംയമനവും വിവേകവും മുൻനിർത്തി സമാധാനമാണ് ഏറ്റവും വലിയ ശക്തി എന്ന ബോധത്തോടെ മുന്നേറുക എന്നതാണ് കാലത്തിന്റെ ആവശ്യകത.